ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിൽ ലത്തീൻ അതിരൂപത സംഘടിപ്പിച്ച മുഖാമുഖം പരിപാടിയിൽ പങ്കെടുത്ത് LDF UDF സ്ഥാനാർത്ഥികൾ. NDA സ്ഥാനാർത്ഥി പങ്കെടുക്കാത്തതിൽ മത്സ്യത്തൊഴിലാളികൾ അതൃപ്തി പ്രകടിപ്പിച്ചു. കേന്ദ്രമന്ത്രിയും സിറ്റിംഗ് MPയും MLAയും പോരാട്ടത്തിനിറങ്ങുന്ന മണ്ഡലമെന്നതിൽ ശ്രദ്ധേയമാണ് ആറ്റിങ്ങൽ. മത്സ്യത്തൊഴിലാളികളുടെ വോട്ട് മുന്നണികൾക്ക് നിർണായകമായ മണ്ഡലം. ഇടത് വലത് സ്ഥാനാർത്ഥികൾ എത്തിയെങ്കിലും NDA സ്ഥാനാർത്ഥി V മുരളീധരൻ മുഖാമുഖം പരിപാടിക്ക് എത്തിയില്ല. തീരശോഷണം തന്നെയായിരുന്നു സ്ഥാനാർത്ഥികൾക്ക് മുന്നിൽ ചർച്ചയ്ക്ക് വന്ന പ്രധാന വിഷയം. തീരദേശ ഹൈവേ സംബന്ധിച്ചിടത്തോളം തീരദേശത്തെ ഈ ജനങ്ങൾക്ക് മുഴുവൻ ജനവിഭാഗങ്ങൾക്കും വലിയ ആശങ്കയുണ്ട്. DPR ഇതുവരെ പ്രസിദ്ധീകരിക്കുന്നതിന് മുമ്പ് തന്നെ ലാൻഡ് അക്വിസിഷൻ തുടങ്ങിയത് ആരുടെ താല്പര്യമാണ്? കേരളത്തിലെ ഇന്ത്യയിലെ തന്നെ ചെറുകിട മത്സ്യ സമ്പദ് വ്യവസ്ഥയെയും ചെറുകിട മത്സ്യത്തൊഴിലാളികളെയും അപ്പാടെ ഇല്ലാതാക്കുന്ന ഒരു വലിയ നയപരിപാടിയുമായാണ് കേന്ദ്ര സർക്കാർ ഈ ദിവസങ്ങളിൽ മുന്നോട്ട് പോകുന്നത്. ഇത്തരത്തിൽ ബ്ലൂ എക്കോണമി നടപ്പിലാക്കുമ്പോൾ ഏത് തരത്തിലുള്ള മത്സ്യത്തൊഴിലാളികളുടെ സംഭാഷണങ്ങൾ കേട്ടുകൊണ്ടാണ് ബ്ലൂ എക്കോണമി നടപ്പിലാക്കിയത്. ചെയ്തു കൊടുക്കും വർഷങ്ങളായിട്ട് ഈ പേപ്പറിൽ കാണുന്നതല്ലാതെ പ്രവൃത്തിയിൽ കാണുന്നില്ല. മത്സ്യത്തൊഴിലാളികളുടെ ആവശ്യങ്ങൾ സർക്കാർ പരിഗണിച്ചെന്നായിരുന്നു ഇടതുപക്ഷ സ്ഥാനാർത്ഥി V ജോയുടെ വാദം. ഈ മത്സ്യത്തൊഴിലാളികളുമായി ബന്ധപ്പെട്ട് പുനർഗേഹം പദ്ധതി നടപ്പിലാക്കുന്നുണ്ട്. സമരവുമായി ബന്ധപ്പെട്ട കേസുകളുടെ കാര്യമാണ്. അവൈലബിൾ ഒഫൻസ് എല്ലാം പിൻവലിക്കാൻ വേണ്ടിയിട്ട് ഗവൺമെന്റ് കോടതിക്ക് റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. തീരദേശവുമായി ബന്ധപ്പെട്ട് വരുന്ന പ്രശ്നങ്ങൾ, ആ പ്രശ്നങ്ങളിൽ എൻ്റെ ഭാഗത്തുനിന്ന് ഞാൻ പ്രതിദാനം ചെയ്യുന്ന ഇടതുപക്ഷ പാർട്ടികളുടെ ഭാഗത്തുനിന്ന് ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ചെയ്യിക്കാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം ഇതുമായി ബന്ധപ്പെട്ട് ചെയ്യും. മറ്റു പരിപാടികളിൽ പങ്കെടുക്കാനുണ്ടെന്നറിയിച്ച് മടങ്ങിയ സ്ഥാനാർത്ഥി ആളുകളുടെ ചോദ്യങ്ങൾക്ക് കാത്തുനിന്നില്ല. സ്ഥാനാർത്ഥി മടങ്ങിയതിൽ പ്രതിഷേധം. V മുരളീധരൻ പങ്കെടുക്കാത്തതിലും വിമർശനമുയർന്നു. മണിപ്പൂരിൽ ക്രൈസ്തവർക്ക് വേണ്ടി കേന്ദ്ര സർക്കാരും കേരളത്തിൽ സംസ്ഥാന സർക്കാരും ഒന്നും ചെയ്തില്ലെന്ന ആരോപണം വികാര വിക്ഷോഭത്തോടെ മത്സ്യത്തൊഴിലാളികൾ വിളിച്ചു പറഞ്ഞു. മരിയനാട് ഭാഗങ്ങൾ ഇങ്ങോട്ടുള്ള ആ തീരപ്രദേശങ്ങളിൽ ഒരാഴ്ചയിൽ 7 ദിവസത്തിൽ നിന്ന് ഒരു ദിവസം അത് രാത്രിയാണ് ഈ ജലം അവിടെ എത്തുന്നത്. രാത്രി ഉറക്കമൊഴിഞ്ഞ് നമ്മുടെ അമ്മമാരും പെങ്ങന്മാരും ഉറക്കമൊഴിഞ്ഞ് ശേഖരിക്കേണ്ട അവസ്ഥയാണ് എത്തിയിരിക്കുന്നത്. അതിനൊരു ശാശ്വത പരിഹാരം കാണണമെന്നാണ് പറയാനുള്ളത്. ഈ പുളിമുട്ടുകൾ വടക്ക് ഭാഗത്താണ് പോകുന്നത്. ഇവിടെ ഈ പഠനം നടത്തിയിരിക്കുന്നത് തെക്ക് ഭാഗത്തെ കടലിൽ. തെക്ക് ഭാഗത്തെ കടലിൽ എത്ര പ്രാവശ്യം എത്ര ദിവസം അടിക്കുന്നത് ഞാൻ പഠിപ്പിച്ചുതരാം. ആ ആർബറുകൾക്ക് മാറ്റിയ സ്ഥാപനം ആർബറിൽ കയറുന്നില്ല. ഞങ്ങൾക്ക് വേണ്ട ആർബർ. സിറ്റിംഗ് MP ആയിരുന്ന അടൂർ പ്രകാശിനെതിരെയും വിമർശനമുയർന്നു. 5 വർഷമായിട്ടും തീരദേശത്തേക്ക് തിരിഞ്ഞു നോക്കില്ലെന്നായിരുന്നു ആക്ഷേപം. ആരോപണം വേദനയുണ്ടാക്കിയെന്ന അടൂർ പ്രകാശിന്റെ മറുപടി. ഈ മുതലപ്പുഴയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ MP എന്ന നിലയിൽ MPക്ക് അവിടെ വന്ന് അന്വേഷിക്കാമായിരുന്നു. MP എന്ന നിലയിൽ മുതലപ്പുഴ പത്രമാധ്യമങ്ങളിൽ കൂടി എല്ലാം ഭയങ്കര ചർച്ചയായ വിഷയവും ജനപ്രതിനിധി എന്ന നിലയിൽ എല്ലാവർക്കും അവിടെ വന്ന് അന്വേഷിക്കാമായിരുന്നു. മുതലപ്പുഴയുമായി ബന്ധപ്പെട്ടുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരി എന്നെക്കുറിച്ച് ഒന്നും ഞാൻ ഇത് പറയുന്നില്ല, 5 വർഷക്കാലമായി ഒന്നും വെട്ടുന്നില്ല എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ വേദന ഉണ്ടാക്കിയ ഒരു കാര്യമായി പോയി. ഞാൻ ഈ കാര്യത്തിന് വേണ്ട മുതലപ്പുഴയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിരന്തരമായി നടത്തിയിട്ടുള്ള ഇടപെടലുകൾ അങ്ങേക്ക് വേണമെങ്കിൽ ഞാൻ അതിൻ്റെ രേഖകൾ അങ്ങേക്ക് കൈമാറാൻ ഞാൻ തയ്യാറാണ്. മത്സ്യത്തൊഴിലാളികളുടെ കുറുക്കിക്കൊള്ളുന്ന ചോദ്യങ്ങളിൽ ഉത്തരമില്ലാതെ മുന്നണികൾ വിയർത്തു. 3 മുന്നണികളെയും കാടടച്ച് വിമർശിക്കുമ്പോൾ ആ നിർണായക വോട്ടുകൾ എവിടെ വീഴുമെന്നാണ് ബാക്കിയാകുന്ന ചോദ്യം. ഹരികൃഷ്ണൻ, 24, തിരുവനന്തപുരം.